ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഡിസൈനർ സ്ലീവ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ഫാബ്രിക്കാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ എടുക്കുന്ന തുണിയുടെ നീളവും വീതിയും അനുസരിച്ചായിരിക്കണം ഇതിനെ ഫോൾഡ് ചെയ്ത് ഇടുന്നത്. അപ്പം ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന തുണിക്ക് വീതിയാണ് കൂടുതൽ, അതുകൊണ്ട് ഞാൻ ഇതിനെ നടുവേ ഒന്ന് മടക്കി ഒന്നും കൂടി നടുവേ മടക്കി ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ രണ്ട് സ്ലീവും ഒന്നിച്ചിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ തുണിയുടെ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഈ ഫോൾഡ് ചെയ്തെടുത്തത് ഇങ്ങനെ ടേപ്പ് വെച്ചിട്ട് അങ്ങോട്ടേക്ക് ഒരു 1/4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ആ 1/4 ഇഞ്ച് തന്നെ നമുക്ക് താഴോട്ടും കൂടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമ്മളിത് അതിനെ ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കൊടുക്കുവാണ്. ആ 1/4 ഇഞ്ച് അടയാളപ്പെടുത്തിയതാണ് ഈ ലൈൻ വരച്ച് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ സ്ലീവിൻ്റെ ലെങ്താണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് എടുക്കുമ്പോൾ നമുക്ക് ഫിനിഷിങ്ങിൽ എത്രയാണോ സ്ലീവിൻ്റെ ലെങ്ത് വേണ്ടത്. ഇപ്പം നമുക്ക് ഫിനിഷിങ്ങിൽ 3 ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത് വേണമെന്നുണ്ടെങ്കിൽ 3 × 3 എടുത്തിട്ട് അതിൻ്റെ കൂടി 1 ഇഞ്ചും കൂടി സീം അലവൻസ് കൂട്ടിയിടുക. അപ്പോൾ 3 × 3 എന്ന് പറയുമ്പോൾ 9, അതിൻ്റെ കൂടി 1 ഇഞ്ചും കൂടി നമ്മൾ കൂട്ടിയിടുമ്പോൾ 10 കിട്ടും. അതുപോലെ 4 വേണ്ടതെങ്കിൽ നമുക്ക് ഫിനിഷിങ്ങിൽ 4 ഇഞ്ച് സ്ലീവിൻ്റെ ലെങ്ത് വേണമെങ്കിൽ 4 × 3 എടുക്കുക. ഈ ഒരളവിലാണ് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത് എടുത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മളിവിടെ സ്ലീവിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആ ഒരളവ് തന്നെ നമുക്ക് അപ്പുറത്തോട്ടും കൂടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്കതിനെ ഒന്ന് ഇങ്ങനെ വരച്ച് കൊടുക്കാം. ഇനി നമ്മൾ അടയാളപ്പെടുത്താൻ വേണ്ടി പോകുന്നത് സ്ലീവിൻ്റെ അടിയിലത്തെ വണ്ണമാണ്. അപ്പം നമ്മുടെ സ്ലീവിൻ്റെ റൗണ്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ പകുതി എടുത്ത് അതിൻ്റെ കൂടി 1-1.5 ഇഞ്ചോ സീം അലവൻസ് കൂട്ടിയിട്ട് കൊടുക്കുക. ഒന്നിട്ടാലും കുഴപ്പമില്ല, വേണമെങ്കിൽ 1.5 ഇടാം. അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് ആ ഒരളവ് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഈ മുകളിലത്തെ വണ്ണമാണ് എടുക്കുന്നത്. അത് നമ്മൾ ഈ സ്ലീവ് ഏത് ഡ്രസ്സിന് വേണ്ടിയാണോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ പാറ്റേണിലുള്ള ആം ഹോളിൻ്റെ അളവ് നമ്മൾ അളന്നെടുക്കുക. എന്നിട്ട് നമ്മൾ ആ അളവാണ് ഇവിടെ മുകളിൽ വണ്ണമായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ ആ സ്ലീവിൻ്റെ മുകളിലത്തെ വണ്ണമാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. ആ വണ്ണം അടയാളപ്പെടുത്തിയെടുത്തോട്ട് മുകളിൽ നിന്നിങ്ങനെ ടേപ്പ് വെച്ച് താഴോട്ടൊരു 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇനി നമ്മൾ ഈ 1/4 ഇഞ്ചിൻ്റെ ആ ലൈനില്ലേ, ആ ലൈനിൽ നിന്ന് അങ്ങോട്ടേക്കൊരു 3 അടയാളപ്പെടുത്തിയിട്ട് ആ 3ഉം 2ഉം കൂടി ഇങ്ങനെ ഒരു കർവായിട്ട് അടയാളപ്പെടുത്തുക. എന്നിട്ട് ഒരു 1/4 ഇഞ്ച് ഇറക്കി ഫ്രണ്ട് ആം ഹോളും അവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പം നമ്മൾ ഫ്രണ്ട് ആം ഹോളും അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ആം ഹോളിൻ്റെ വണ്ണവും നമ്മുടെ സ്ലീവിൻ്റെ അടിവശത്തെ വണ്ണവും കൂടി ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. എന്നിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പം നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ ഫ്രണ്ട് ആം ഹോള് തനിയെ എടുത്ത് വെട്ടി കൊടുക്കുക. എന്നിട്ട് ഇത് ഇവിടെ ഇങ്ങനെ ഫോൾഡാണ്, ഇതും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മളിവിടെ 2 സ്ട്രാപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് വിഡ്ത്തിലുള്ള സ്ട്രാപ്പാണിത്. ഇനി ഇതിൻ്റെ നീളമെന്ന് പറഞ്ഞാൽ നമ്മളിത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ള അളവിൻ്റെ ഇരട്ടി എടുക്കുക. ഇങ്ങനെ ഇരട്ടി എടുത്തിട്ട് അതിൻ്റെ കൂടി പിന്നെ ഒരു 2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് വേണം നമ്മളിതിൻ്റെ നീളം എടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തുടങ്ങാം. അപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. നമ്മളിവിടെ കട്ട് ചെയ്തെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്ട്രാപ്പ് ഉണ്ടല്ലോ, അതെടുക്കുക. അതിനിത് ഇങ്ങനെ 2ആയിട്ട് മടക്കുക. നമ്മുടെ നല്ല വശം ഉള്ളിലോട്ട് വെച്ചാണ് ഇങ്ങനെ മടക്കി കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ അടിച്ചു കൊടുക്കുക.
അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുത്തേക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുകയുള്ളൂ. ഇതുപോലെ നമുക്ക് മറ്റേ സ്ട്രാപ്പും കൂടെ അടിച്ചെടുക്കാം. അപ്പം വേണ്ടേ നമ്മൾ അത് രണ്ടും അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് തിരിച്ചിടാം. ഇങ്ങനെ രണ്ട് പീസും തിരിച്ചിട്ടെടുക്കുക. ഇനി വേണ്ട നമുക്ക് സ്ലീവ് അടിച്ചു കൊടുക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ മാറിപ്പോകരുത്. നമ്മുടെ സെൻറ്റർ ഭാഗം നമ്മൾ കട്ട് ചെയ്തായിരുന്നു വെച്ചിരുന്നത്. ഇനി നമുക്ക് സ്ലീവിൻ്റെ അടിവശം ഒന്ന് മടക്കി അടിച്ചെടുക്കാം. ഒന്ന് മടക്കി എന്നിട്ട് ഒന്നും കൂടി മടക്കി കൊടുക്കുക. അപ്പം നേരെ നമ്മൾ സൈഡ് അടിച്ച് കൊടുക്കുകയാണ് മടക്കി വെച്ചിട്ട്. ഇതുപോലെ മറ്റേ പീസിൻ്റെ സൈഡ് അടിച്ച് കൊടുക്കുക. അപ്പം വേണ്ടേ നമ്മൾ രണ്ട് ഭാഗത്തിൻ്റെ അടിവശം മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടേ നമുക്കിത് രണ്ടും കൂടി ഒന്നിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ നല്ല ഭാഗം വെച്ചു, അതിൻ്റെ നല്ല ഭാഗത്തോട്ട് കൂടി മറ്റേ നല്ല ഭാഗം വെച്ച് കൊടുക്കുക. കണ്ടല്ലോ, ഇങ്ങനെ മാറിപ്പോകാതെ കൊണ്ട് വെച്ച് കൊടുക്കണം. അപ്പം വേണ്ടേ നമ്മൾ ആ രണ്ട് പീസും കൂടി ഒന്നിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയും നമ്മൾ ആ 1/4 ഇഞ്ച് അടയാളപ്പെടുത്തിയില്ലായിരുന്നോ, അടയാളപ്പെടുത്തി ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ലൈനിൽ കൂടി നമ്മൾ താഴോട്ട് അടിക്കുക. അപ്പം വേണ്ടേ നമ്മൾ ആ ലൈൻ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതിനെ ഇങ്ങനെ നിവർത്തിയിട്ട് കൊടുക്കുകയാണ്. ഈ അടിച്ചതിനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അങ്ങോട്ട് വെച്ച് കൊടുത്ത് ആ പീസ് അകത്തോട്ട് മടക്കി വെച്ച് സൈഡിൽ കൂടെ അടിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ ഒരു ഭാഗം അങ്ങനെ അടിച്ചെടുത്തു. ഇനി ഈ ഭാഗവും ഇങ്ങനെ മടക്കി വെച്ച് അടിച്ചു കൊടുക്കുക.
അപ്പം വേണ്ടേ നമ്മളത് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അടിച്ചു വച്ചിരിക്കുന്ന വള്ളി എടുക്കുക. ഇതിൻ്റെ അറ്റത്തായിട്ടൊരു സേഫ്റ്റി പിന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ സ്ലീവിൻ്റെ അടിവശമല്ല, നമ്മുടെ ആ ഷോൾഡറുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന വശമില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ അകത്തോട്ട് കയറ്റി കൊടുക്കുക. നമ്മൾ ആ ഒരു വശത്തോടെയാണ് കയറ്റി കൊടുത്തേക്കുന്നത്. വേണ്ട നമ്മളിങ്ങനെ വലിച്ച് നമ്മുടെ ഫുള്ള് വള്ളി ഇങ്ങോട്ട് പോരരുത്, കുറച്ചവിടെ നിരത്തി ബാക്കി ഇങ്ങനെ വലിച്ചു കൊടുത്ത് ഇനി നമ്മുടെ അപ്പുറത്തെ സൈഡിലെ ആ ഓപ്പണിലൂടെ അകത്തേക്ക് കയറ്റി കൊടുക്കുക. രണ്ട് വള്ളി നമ്മൾ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനെ രണ്ടിനെയും കൂടി നമ്മൾ സേഫ്റ്റി പിന്നൊന്ന് കുത്തി കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് വലിക്കുകയാണ്. നമ്മൾ അവിടെ നിന്ന് ഊരി പോകാതിരിക്കാൻ വേണ്ടിയാണ് രണ്ടിലെയും കൂടി സേഫ്റ്റി പിന്ന് കുത്തി കൊടുത്തത്. എന്നിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ മണ്ടഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഇങ്ങനെ മുകളിലോട്ട് വലിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ സ്ലീവ് ഇവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ മറ്റേ സ്ലീവും ചെയ്തെടുക്കുക.